വിദ്യാലയങ്ങളിലെ ഗൃഹസന്ദർശന പരിപാടിയുടെ ആനമങ്ങാട് AUP സ്കൂളിലെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നജീബ് കാന്തപുരം MLA സ്കൂൾ സന്ദർശിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച വിദ്യാർത്ഥികളുടെ ഗൃഹസമ്പർക്ക പരിപാടി വിദ്യാലയങ്ങളിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനത്തോടൊപ്പം അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ മുന്നേറാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ ഗൃഹസന്ദർശനത്തിന് ശേഷം ലൊക്കേഷൻ മാപ്പ് സഹിതം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നതാണ് പരിപാടി. ഞാനെത്തും ദൂരം കയ്യെത്തും ദൂരം എന്ന പേരിൽ ആനമങ്ങാട് AUP സ്കൂളിലും ഗൃഹസന്ദർശന പരിപാടി ആരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഞാനെത്തും ദൂരം കയ്യെത്തും ദൂരം ഞാനും എൻ്റെ കുട്ടികളും ഗൃഹസന്ദർശന പരിപാടി എന്ന പേരിലുള്ള ഒരു നല്ല പ്രോജക്റ്റ് ആനമങ്ങാട് AUP സ്കൂൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾ വീടുകൾ സന്ദർശിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി സ്കൂളിൽ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ സംഗതികളാണ് ഇവിടെ ഈ ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആനമങ്ങാട് സ്കൂൾ ചെയ്യുന്നത്. അതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സ്കൂൾ അധ്യാപകരെയും PTയെയും മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുക. പരിപാടിയുടെ ഭാഗമായി നജീബ് കാന്തപുരം MLA സ്കൂൾ സന്ദർശിച്ചു. വിവിധ രംഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്ന ആനമങ്ങാട് AUP സ്കൂളിനെ MLA അഭിനന്ദിച്ചു. ആനമങ്ങാട് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വെറൈറ്റികളും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാലയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളൊക്കെ ഏറ്റവും നന്നായി, പ്രത്യേകിച്ച് അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗത്ത് വളരെ വ്യതിരക്തമായി നിൽക്കുന്ന പ്രോജക്റ്റുകളും പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ മനോഹരമായി ഒരു ചാർട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഞാനെത്തും ദൂരം കയ്യെത്തും ദൂരം എന്ന നിലയിൽ ഓരോ കുട്ടിയും എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ആ കുട്ടിയുടെ വീട് എവിടെയാണ്, ആ കുട്ടി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ഗ്രാഫിക്കലായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഗൂഗിൾ മാപ്പ് പോലെ കുട്ടികളെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ മാതൃക വളരെ ഭംഗിയായിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ EP അയ്യൂബ്, പ്രധാനാധ്യാപിക NP ഋത, NP മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി നിരവധി വീടുകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ഇഴയടുപ്പം സൃഷ്ടിക്കുന്നതിനും ഗൃഹസന്ദർശന പരിപാടി ഏറെ സഹായകമായെന്ന് അധ്യാപകർ പറഞ്ഞു. എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ക്ലാസ് അധ്യാപകരെത്തി അവരുടെ ഭൗതിക സാഹചര്യങ്ങളെ കണ്ടെത്തി അവരുടെ വീട്ടുകാരെ മനസ്സിലാക്കി പഠന പ്രക്രിയ വളരെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിയുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഈ പരിപാടി ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടപ്പാക്കി വരുന്നത്. ഇപ്രാവശ്യം അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ വീടുകളുമായി ബന്ധപ്പെട്ട ഒരു മാപ്പ് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആർക്ക് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലും ഓരോ കുട്ടിയും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയുന്നതിന് ഈ മാപ്പ് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ കുട്ടികളുടെ പഠന സംവിധാനത്തിൽ കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം കൂടെയുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.